അതെ ഇനി സ്വന്തം തന്നെ ഉണ്ടാവുള്ളൂ. കാരണം ഇപ്പോൾ കവേഴ്സ് ഞങ്ങൾ ആക്ച്വലി ചെയ്തത് അത് ഒരു സ്ട്രാറ്റജി ആയിട്ടെന്ന് പറയാം. കാരണം ഞങ്ങളിപ്പോൾ ഡയറക്റ്റ്ലി ഫിഷ് റോക്ക് ഇറക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഏത് തൈക്കുടം ബ്രിഡ്ജ് ആരാണിത് ആൾക്കാർ ചിലപ്പോൾ അത് കാണില്ല. ഇപ്പോൾ ഞങ്ങൾ ഇത് നൊസ്റ്റാൾജിയ ചെയ്ത കാരണം ആൾക്കാരത് ഇഷ്ടപ്പെട്ടു. അത് ഇഷ്ടപ്പെട്ട കാരണമാണ് ആൾക്കാർ സെർച്ച് ചെയ്തപ്പോൾ ഫിഷ് റോക്ക് കണ്ടത്. അപ്പോൾ അങ്ങനെയാണ് ദാറ്റ് മേ ബി എ സ്ട്രാറ്റജി. യു ക്യാൻ സേ ദാറ്റ് ഇറ്റ് വാസ് എ സ്ട്രാറ്റജി. കവർ ചെയ്താൽ ആൾക്കാർ ശ്രദ്ധിക്കും. കാരണം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടാണ് ഞങ്ങൾ പാടുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടാൽ അത് കഴിഞ്ഞിട്ട് ദേ വിൽ സെർച്ച് ഫോർ അവർ അതർ സോങ്സ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ട്രാറ്റജിയിലായിരുന്നു കവർ സോങ്സ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ കവർ സോങ്സ് ഒന്നും ചെയ്യില്ല. ഞങ്ങൾ ഒറിജിനലായിട്ട് തന്നെ വരുള്ളൂ. ആൻഡ് ഐ തിങ്ക് നൗ തൈക്കുടം ബ്രിഡ്ജിൻ്റെ ഒരു പാട്ട് വന്നാൽ പീപ്പിൾ വിൽ ലിസൺ എന്നൊരു ഇതുണ്ട്. അപ്പോൾ കവർ ചെയ്തിട്ട് ചെയ്യണ ആവശ്യമില്ല. So we just want to set a mark in the industry and just കുറേ പേരുണ്ട് ഇങ്ങനെ പറയണത് that തൈക്കുടം ബ്രിഡ്ജ് can only do cover songs and that is absolutely എന്താ പറയും you don't know തൈക്കുടം ബ്രിഡ്ജ്. That is what I want to tell everyone, that I think you guys don't know what is തൈക്കുടം ബ്രിഡ്ജ്. That's why you think that തൈക്കുടം ബ്രിഡ്ജ് can only do cover. ഇത് വിഷമം കാരണമാണ്. കാരണം ഞങ്ങൾ എത്ര ചെയ്താലും മതിയാവണില്ല. ഇപ്പോൾ നമ്മൾ കവർ ചെയ്യണത് ആൾക്കാരുടെ ഫാൻസ് പറയും ഈ പാട്ടൊന്ന് ചെയ്യാമോ. അപ്പോൾ ഫാൻസിന് വേണ്ടിയാണ് ഞങ്ങൾ ചെയ്യണത്. പക്ഷേ ഈ ഫാൻസ് തന്നെയാണ് പിന്നെ പറയണത് ഇവർ കവർ മാത്രം ചെയ്തുകൊണ്ട് നടക്കുക. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് ബോത്ത് വേസ്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട്. പക്ഷേ ഐ എം ഷുവർ ദാറ്റ് ഈ നവരസ ആൽബം വന്നു കഴിഞ്ഞിട്ട് ആൾക്കാരുടെ ആ ഒരു കോൺസെപ്റ്റ് മാറും. ദേ വിൽ നോ വാട്ട് ഈസ് തൈക്കുടം ബ്രിഡ്ജ് ആക്ച്വലി. എനിക്ക് തോന്നുന്നു ഞാൻ രണ്ടും ബാലൻസ് ചെയ്തിട്ടേ പോവുള്ളൂ. കാരണം നല്ലൊരു സ്ക്രിപ്റ്റ് കിട്ടിയാൽ, നല്ലൊരു കഥ ഉണ്ടായാൽ, why should I say no? I mean, if I think that I can do it and if the director has confidence in me, I will surely do it. But obviously I'll make sure that എൻ്റെ പാട്ട് എഫക്റ്റ് ചെയ്യാൻ പാടില്ല, ഞാൻ കാരണം എൻ്റെ ബാൻഡ് എഫക്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് ഞാൻ obviously I will keep that in mind. ഒരിക്കലും ഇല്ല. കാരണം ഫാൻസിൻ്റെ ഇതല്ലേ നമ്മുടെ ഒരു എന്താ പറയുക സ്ട്രെങ്ത്. ഇപ്പോൾ ഫാൻസ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ we will not be, അങ്ങനെ നമുക്കൊരു ആ ഫീലിംഗ് വരില്ല. I want to do more, I don't want to make them disappointed. അപ്പോൾ അത് ഫാൻസാണ് ഒബ്വിയസ്ലി. ഫാൻസിൻ്റെ മെസ്സേജസ്, ഫാൻസിൻ്റെ ലവ്, അതൊക്കെ തന്നെയാണ് എന്നെ എന്താ പറയുക ടു ഡൂ ന്യൂ തിങ്സ്, ജസ്റ്റ് ഗിവിങ് മീ സ്ട്രെങ്ത് ടു ഡൂ ന്യൂ തിങ്സ്. അറിയില്ല, ഇമ്മീഡിയറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഒരു പടം ചെയ്യാം. പക്ഷേ എനിക്ക് ഈ പടം വന്ന് കഴിഞ്ഞിട്ട് നോക്കാം എന്ന രീതിയിലാണ് ഞാൻ. എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം എന്തായാലും ഒരു എക്സ്പെരിമെൻ്റാണ്. പാട്ടിലും നവരസം തന്നെ ആൽബം ഒരു എക്സ്പെരിമെൻ്റാണ്. ഇങ്ങനത്തെ ഒരു പാട്ടുകൾ ഒരു സൗണ്ടിങ് ആൾക്കാർ ചിലപ്പോൾ കേട്ട് കാണില്ല. അപ്പോൾ അതും ഒരു എക്സ്പെരിമെൻ്റാണ്. പടം എനിക്ക് പേഴ്സണലി ഒരു എക്സ്പെരിമെൻ്റാണ്. അപ്പോൾ എല്ലാം ഒരു എക്സ്പെരിമെൻറ്റ് ബേസിസാണ്. അത് ചിലപ്പോൾ ക്ലിക്കാവും, ചിലപ്പോൾ ക്ലിക്കാവില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ കൂടുതൽ ചിന്തിക്കാറില്ല. ഞാൻ അത്ര ചിന്തിക്കാത്തൊരാളാണ്. I just go with the flow and I hope ആൾക്കാർക്കെല്ലാം ഇഷ്ടമാവും. ആൽബവും പടവും രണ്ടും ഇഷ്ടമാവും എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ.